രോഗസൗഖ്യം കിട്ടാനൊരു കൂദാശയുണ്ട്. ഏതാ? രോഗസൗഖ്യത്തിന് വേണ്ടി തൈലാഭിഷേകം. ഈ തൈലാഭിഷേക കൂദാശ, അതിൻ്റെ അടിസ്ഥാന വചനമെന്ന് പറയുന്നത് ശുദ്ധമുള്ള യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളൊരാ രോഗിയായിരിക്കുന്നുവെങ്കിൽ സഭയിലെ കശീശായെ വിളിക്കട്ടെ. ആ കശീശ വന്ന് അവന് വേണ്ടി എണ്ണ പുരട്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ആ കശീശ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവന് പാപമോചനം കൊടുക്കുന്നു. 2, അവന് രോഗസൗഖ്യം കൊടുക്കുന്നു. 3, അവനെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പൊ രോഗസൗഖ്യം കൊടുത്തൊരുത്തനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ രോഗകാരണമായ എന്തിനു മോചനം കിട്ടുകയാണ്? പാപത്തിന് മോചനം കിട്ടുകയാ. ഈ തൈലാഭിഷേകത്തിന്റെ മധ്യഭാഗത്ത് കുംഭസാരമുണ്ട്. പലപ്പോഴും പലരും തൈലാഭിഷേകം എടുത്തു പോകും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവിടെ കുംഭസാരം നടത്തുന്നില്ല. അവിടെ പ്രത്യേക ക്രമമുണ്ട്. തൈലാഭിഷേകം എടുക്കുന്ന വ്യക്തി ആ പ്രാർത്ഥനയുടെ പകുതി ഭാഗം കഴിയുമ്പോൾ കുംഭസാരം എടുക്കണം. കുംഭസാരം കൂടെ എടുത്തിട്ടാണ് അവൻ ഈ തൈലാഭിഷേകം സ്വീകരിക്കുന്നത് എങ്കിൽ ഉറപ്പാ അവൻ എന്ത് കിട്ടിക്കഴിഞ്ഞു? പാപമോചനം വഴി രോഗസൗഖ്യം കിട്ടിയിരിക്കും. കൃപ ഇറങ്ങണമെങ്കിൽ, കൃപ ഒഴുകണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? പാപബോധമുണ്ടായി പശ്ചാത്താപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ തന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനാൽ പാപമോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ചു കഴിയുമ്പോൾ അവനിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിന്റെ ദാനമാണ് എന്ത്? കൃപ. കൃപ കൃപമേൽ പെരുകും.